10 ml നമുക്ക് ഒഴിച്ചു കൊടുക്കാം. പലരും ഡൗട്ട് ചോദിക്കാറുണ്ട് അഗ്ലോണിമ റെഡിന്റെ കളർ പോകുന്നു എന്നോ. ഹായ് ഫ്രണ്ട്സ്, ഞാൻ ദീപനപ്പൻ. വെൽക്കം ടു അവർ ചാനൽ. നോക്കിയാൽ നമ്മുടെ ഇൻഡോർ പ്ലാന്റ്സ് ആണ്. കുറച്ച് ഇൻഡോർ പ്ലാന്റ്സ് ആണ് വെച്ചിരിക്കുന്നത്. ഒത്തിരി ആയിട്ടൊന്നുമില്ല, വളരെ മിനിമലായിട്ടാണ് വെച്ചിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ പരിചരണവും എന്താണ് വളം കൊടുക്കുന്നതെന്നും നല്ല ഭംഗിയായിട്ട് എങ്ങനെ നമുക്ക് ഇൻഡോർ പ്ലാന്റ്സ് വളർത്തിയെടുക്കുക എന്നുള്ള കാര്യങ്ങളാണ് നമ്മളിന്ന് വീഡിയോ നോക്കാൻ പോകുന്നത്. അപ്പോൾ വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുമ്പ് നിങ്ങൾക്ക് ഇൻഡോർ പ്ലാന്റ്സിനെ ഒക്കെ ഇഷ്ടമാണെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ഇത് ഇൻഡോർ പ്ലാന്റ്സ് ഇഷ്ടപ്പെടുന്ന എല്ലാ കൂട്ടുകാർക്കും ഒന്ന് ഷെയർ ചെയ്യാനും മറക്കണ്ട. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ഓക്കെ, നമ്മൾ വീട്ടിലേക്ക് കയറുമ്പോൾ തന്നെ നമ്മളൊരു ഫിഡിലി ഫിഗ് ഇവിടെ വെച്ചിട്ടുണ്ട്. ഫിഡിലി ഫിഗ് പലതുണ്ട് കേട്ടോ, അകത്തുമുണ്ട് പുറത്തും ഒക്കെ ഉണ്ട്. ഇത് വെച്ചിട്ടുണ്ട്. ഇത് നല്ല ഹെൽത്തി ആയിട്ട് നല്ല വലിയ പ്ലാന്റ് ആയിട്ട് നമുക്ക് ഫീൽ ചെയ്യും. അതുകൊണ്ട് തന്നെ നല്ല ഭംഗിയാണ് ഇത് നിൽക്കുന്നത് കാണാനായിട്ട്. അതുപോലെ തന്നെ അഗ്ലോണിമയും നമ്മളിവിടെ വെച്ചിട്ടുണ്ട്. എല്ലാം നല്ല ഭംഗിയായിട്ടാണ് നിൽക്കുന്നത്. അപ്പോൾ അകത്തോട്ട് കയറുമ്പോൾ അപ്പോൾ ഇവിടെയും ഇതുപോലെ നല്ല നല്ല ബുഷിയായിട്ട് ഒരു അഗ്ലോണിമ വെച്ചിട്ടുണ്ട്. പിന്നെ ഇങ്ങോട്ട് വരുമ്പോൾ സെറാമിക് പോട്ടിലാണ് നമ്മുടെ ഫിഡിലി ഫിഗ്. ഇത് ചെറിയ ഇലയുള്ള ഫിഡിലി ഫിഗ് ആണ് വെച്ചിരിക്കുന്നത്. എന്ന് നോക്കിയാൽ അത് നമ്മൾ ഇടയ്ക്കൊന്ന് വെട്ടിക്കൊടുത്തിട്ട് കണ്ടോ, ഇത് കണ്ടോ, ഇവിടുന്ന് നമ്മൾ ഇടയ്ക്കൊന്ന് വെട്ടിക്കൊടുത്തിട്ട് ബുഷിയായിട്ട് ഇത് വളർന്നിരിക്കുകയാണ് ചെയ്യുന്നത്. ഇത് ഒറ്റയായിട്ടാണ് പോകുന്നതെങ്കിൽ നിങ്ങൾക്ക് ഇടയ്ക്കൊന്ന് വെട്ടിക്കൊടുക്കാം കേട്ടോ, ഇത് മോശമാകത്തില്ല, അത് കിളുത്ത് വന്നോളും. അതുപോലെ തന്നെ ഫേണിൻ്റെ വെറൈറ്റി നമ്മൾ താഴെ കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മളിവിടെ ഒരു സ്റ്റാൻഡിൽ നമ്മൾ വലിയൊരു സാൻസിവേരിയ പ്ലാന്റ് നമ്മൾ ഒരു പോട്ടിൽ വെച്ചിട്ടുണ്ട്. നല്ല റെഡ് അഗ്ലോണിമ. പലരും ഡൗട്ട് ചോദിക്കാറുണ്ട് ഈ അഗ്ലോണിമ റെഡിൻ്റെ കളർ മങ്ങുന്നു അല്ലെങ്കിൽ കളർ പോകുന്നു എന്നുള്ളത്. അപ്പോൾ ഇത് കളർ പോകാതിരിക്കാൻ എന്താ ചെയ്യുന്നത് നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്തേക്കെ. ഇതിൻ്റെ റിപ്ലൈ ഞാൻ അടുത്ത വീഡിയോയിൽ കാണിച്ചു തരാം. അപ്പോൾ നിങ്ങൾക്കറിയാവുന്ന നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്തേക്കെ എന്തുകൊണ്ടാണ് ഇതിൻ്റെ കളർ മങ്ങുന്നതല്ല, കളർ മങ്ങാതിരിക്കാൻ, കളർ പോകാതിരിക്കാൻ. കാരണം റെഡ് മാറി ഗ്രീൻ വരുന്നുണ്ട്. അപ്പോൾ അതിന് എന്താ ചെയ്യേണ്ടതെന്നൊന്ന് നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്തേക്ക്. പിന്നെ നമ്മൾ കലാത്തിയ പ്ലാന്റ് വെച്ചിട്ടുണ്ട്. പിന്നെ ഇവിടെയും ഒരു ബാംബു പാം ഇവിടെ വെച്ചിട്ടുണ്ട്. പിന്നെ ഇവിടെ എല്ലാം നമ്മൾ ഫേണും വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ നമ്മുടെ വലിയ ചൈന ഡോൾ, നമ്മളൊരു വലിയ സെറാമിക് പോട്ടിൽ നമ്മൾ ഒരു നല്ല വലിയൊരു പ്ലാന്റ് വെച്ചിട്ടുണ്ട്. ഈ പ്ലാന്റ് എൻ്റെ പഴയ വർഷങ്ങളായിട്ടുള്ള പ്ലാന്റാണ്. ഇതിന് ഇതുവരെ ഒരു കംപ്ലൈൻറ്റും വന്നിട്ടില്ല. നോക്കി നല്ല ബുഷിയായിട്ടാണ് നിൽക്കുന്നത്. ഇതിനെക്കുറിച്ചൊക്കെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്താൽ മതി കേട്ടോ. അപ്പോൾ ഇതിന് എന്താണ് വളം ചെയ്യുന്നതെന്നുള്ളതാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് അകത്തുള്ളതും കൂടെ ചെടി കാണാം. വാ, നോക്കിയാൽ നമ്മളിവിടെ ഒരു ബേർഡ് ഓഫ് പാരഡൈസ് പ്ലാന്റ് ആണ് വെച്ചിരിക്കുന്നത്. ഇത് ശരിക്കും തിരിച്ചാണ് വെക്കേണ്ടത്, പക്ഷേ ഇവിടെ തിരിച്ച് വെക്കുമ്പോൾ ഇതിൻ്റെ ഒരു ലുക്ക് കിട്ടുന്നില്ല. കാരണം ഇതിൻ്റെ ഇലയെല്ലാം കൂടെ വേറൊരു സ്റ്റൈലിലാണ് നിൽക്കുന്നത്. അപ്പോൾ ആ ഒരു ലുക്കിന് വേണ്ടി ഞാനിപ്പോൾ ഇത് വെച്ചിരിക്കുന്നത്. പിന്നെ നമ്മളിവിടെ ഒരു മാർബിൾ പോത്തോസ് ഇവിടെ വെച്ചിട്ടുണ്ട്. അതൊരു പ്ലാസ്റ്റിക് ചട്ടിയിലാണ് വെച്ചിരിക്കുന്നത്. ഇവിടെ വരുമ്പോഴത്തേക്കും നമ്മുടെ ഒരു വലിയ ഫിഡിലി ഫിഗ്, ഈ ഫിഡിലി ഫിഗിൻ്റെ തണലിൽ ബുദ്ധനെ കൊടുത്തിരിക്കുക കേട്ടോ. അപ്പോൾ അത്രയും വലിയൊരു പ്ലാന്റ് ആണ്. ഇതും നമ്മൾ ഇതുപോലെ വലിയ പ്ലാന്റ് ആയിരുന്നു. ഇത് നമ്മളുടെ ഇവിടെ പണ്ടത്തെ വീഡിയോ കണ്ടാൽ അറിയാം, ഇത് വലിയതായിട്ട് നിന്നിരുന്നതാണ്. അപ്പോൾ അതിൻ്റെ ഇലയൊക്കെ പതുക്കെ ഒന്ന് മങ്ങി വന്നപ്പോഴത്തേക്കും ഞാനതൊന്ന് കട്ട് ചെയ്ത് അപ്പം 2 ശിഖരങ്ങളായിട്ട് നല്ല ഭംഗിയായിട്ട് വന്നിരിക്കുകയാണ്. ഇതാണ് നമ്മുടെ ഇവിടെ നിൽക്കുന്നത്. പിന്നെ അകത്തൊക്കെ ചെറിയ ചെറിയ പ്ലാന്റ് ഉണ്ട്. ഇവിടെയാണെങ്കിലും സാൻസിവേരിയയുടെ ഇത് നിങ്ങൾ പലരും കണ്ടിട്ടുള്ളതായിരിക്കും. പണ്ട് മുതലേ നമ്മുടെ പ്ലാന്റ് ആണ് ഇത്. ഞാൻ മാറ്റിയിട്ടില്ല, കാരണം ഒത്തിരി തൈകളൊക്കെ ആയിട്ട് നിൽക്കുന്നതാണ് ഈ ഒരു പ്ലാന്റ്. അപ്പോൾ ഇതെല്ലാം നമുക്ക് അകത്ത് സുഖമായിട്ട് വെക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ ഇത് എന്തൊക്കെയാണ്, നമ്മൾ ഇതിൻ്റെ വെള്ളം എങ്ങനെ ഒഴിക്കാം, അല്ലെങ്കിൽ ഇതിൻ്റെ പരിചരണമൊക്കെ നമുക്ക് നോക്കാം. ഇൻഡോർ പ്ലാന്റ്സിൻ്റെ എല്ലാവരും പറയുന്നൊരു കാര്യമാണ്, കുറച്ച് നാൾ വെച്ച് കഴിഞ്ഞാൽ അത് പെട്ടെന്ന് പോകുന്നു, കുറച്ച് നാൾ കഴിയുമ്പോൾ അത് മോശമായി പോകുന്നു എന്നൊരു കംപ്ലയിൻറ്റ് പറയാറുണ്ട്. നമ്മളതിന് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതെന്ന് പറയുന്നത് ഇതിൻ്റെ പോട്ടിംഗ് മിക്സ് നമ്മൾ കറക്റ്റ് ആണോ എന്നുള്ളത് നോക്കണം. കാരണം എല്ലാവരും ചകിരിച്ചോറ് കൂടുതലുള്ള അല്ലെങ്കിൽ അങ്ങനെ കോമൺ ആയിട്ടൊരു പോട്ടിംഗ് മിക്സാണ് ഉപയോഗിക്കുന്നത്. ശരിക്കും ഞാൻ അങ്ങനെ കോമൺ ആയിട്ട് എല്ലാത്തിനും ഒരേ പോട്ടിംഗ് മിക്സ് അല്ല ഉപയോഗിക്കുന്നത്. ഇപ്പോൾ ഇതുപോലുള്ള മരം പോലെയുള്ള വലിയ ചെടികൾക്ക് നമ്മൾ മണ്ണ് കൂടുതൽ ചേർക്കും. കാരണം ഇത് ചെടി വലുതാകുന്നതിനനുസരിച്ച് നമ്മൾ അടിയിൽ ചകിരിച്ചോറൊക്കെയാണ് കൂടുതലെന്നുണ്ടെങ്കിൽ അതിന് നല്ലൊരു വളർച്ച കിട്ടത്തില്ല. അപ്പം മണ്ണ് കൂടുതലുള്ള രീതിയിൽ ചകിരിച്ചോറ് വേണ്ട, അല്ലെങ്കിൽ പെർലൈറ്റ് വേണ്ട എന്നുള്ളതല്ല, മണ്ണ്, പെർലൈറ്റ്, ചകിരിച്ചോറ്, ചാണകപ്പൊടി അങ്ങനെ എല്ലാം കൂടെ ഉള്ളത്, അതിനകത്ത് മണ്ണ് കൂടുതലുണ്ടാകും. അതേസമയം നമ്മൾ ഇതുപോലുള്ള അഗ്ലോണിമ അതുപോലുള്ള ചെടികൾക്കാണെങ്കിൽ ചകിരിച്ചോറ് കൂടുതൽ വരത്തക്ക രീതിയിൽ വെള്ളം ഹോൾഡ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ അതുപോലുള്ള പോട്ടിംഗ് മിക്സാണ് നമ്മൾ കൂടുതൽ ഉപയോഗിക്കുന്നത്. അപ്പം പോട്ടിംഗ് മിക്സ് ഒരേ പോട്ടിംഗ് മിക്സ് തന്നെ നിങ്ങൾ വാങ്ങിച്ച് എല്ലാത്തിനും ഇടാതിരിക്കുക. കാരണം എല്ലാവർക്കും അവരവരുടേതായ രീതികളുണ്ടാകും. ഇപ്പോൾ ടൗണിലൊക്കെ ഉള്ളവർക്ക് പോട്ടിംഗ് മിക്സ് കിട്ടണമെന്നില്ല. അപ്പോൾ അവരെല്ലാവരും പുറത്തുനിന്നായിരിക്കും വാങ്ങിക്കുന്നത്. അപ്പോൾ പുറത്തുനിന്ന് വാങ്ങിക്കുമ്പോഴാണെങ്കിലും ശരിക്കും ഇതുപോലുള്ള വലിയ മരങ്ങൾക്ക് പറ്റുന്ന പോട്ടിംഗ് മിക്സും ചെറിയ ചെടികൾക്ക് പറ്റുന്നതും രണ്ടായിട്ട് തന്നെ വാങ്ങിക്കാനായിട്ട് നിങ്ങൾ നോക്കണം കേട്ടോ. പോട്ടിംഗ് മിക്സ് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഏത് പോട്ടിംഗ് മിക്സ് എങ്ങനെയാണ് വേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇവിടുന്ന് റെഡിയാക്കി കൊടുക്കുന്നുണ്ട്. വെബ്സൈറ്റിലോ അല്ലെങ്കിൽ താഴെ കാണുന്ന വാട്സപ്പിലോ നിങ്ങൾക്ക്
ഓർഡർ ചെയ്യാൻ പറ്റും. പിന്നെ ഇതിൻ്റെ വേറൊരു വലിയൊരു കാര്യം എന്ന് പറയുന്നത് ഇതിൻ്റെ വെള്ളം ഒഴിക്കുന്നതാണ്. അത്യാവശ്യം വെള്ളം വേണ്ടതാണ്. ഇപ്പം ഞാനിത് പുറത്ത് വെച്ചിരിക്കുകയാണ് ചെടികൾ. ഈ ചെടികളാണെങ്കിൽ എല്ലാവരും കോമൺ ആയിട്ട് പറയുന്നത് പോലെ ആഴ്ചയിൽ ഒരിക്കൽ നനയ്ക്കുക എന്നുള്ള ഒരു കൺസെപ്റ്റ് മാറിയിട്ട് പുറത്ത് നിൽക്കുന്ന ചെടികൾക്ക് മിക്കവാറും വെള്ളം ഒഴിക്കാൻ നോക്കണം. കാരണം വെയിൽ കൂടുതൽ വരുമ്പോഴത്തേക്ക് ഇതിനകത്തുനിന്ന് വെള്ളം പെട്ടെന്ന് ബാഷ്പീകരിച്ച് പോവുകയും അതിന് വെള്ളം വേണ്ട അവസ്ഥ വരും. പിന്നെ ഇപ്പം മഴയാണ്. മഴയാകുമ്പോൾ നമ്മൾ എപ്പോഴും നനയ്ക്കണമെന്നില്ല. കാരണം നമ്മുടെ അന്തരീക്ഷം എപ്പോഴും ഒരു ഹ്യൂമിഡിറ്റി നിലനിൽക്കുന്നതുകൊണ്ട് തന്നെ എപ്പോഴും വെള്ളം വേണമെന്നില്ല. അല്ലെങ്കിൽ നമ്മൾ വെള്ളം നോക്കിയിട്ട് തന്നെ നനയ്ക്കണം. നമ്മളൊരു ഒന്ന് റെഡിയായി നമ്മളൊന്ന് ഒരു കുറച്ച് നാൾ കഴിയുമ്പോൾ നമുക്ക് തന്നെ മനസ്സിലാവും ഇതിനെങ്ങനെയാണ് വെള്ളം ഒഴിക്കേണ്ടതെന്ന്. അപ്പോൾ അതുവരെ നിങ്ങളൊന്ന് വളരെ ശ്രദ്ധിച്ച് തന്നെ ഇതിന് നോക്കണം കേട്ടോ. അല്ലെങ്കിൽ ഇൻഡോർ പ്ലാന്റ്സ് ശരിയായി കിട്ടണമെന്നില്ല. ചെടികൾ വെള്ളം ഒഴിക്കാതെ ചെടി വാടിപ്പോകേണ്ട ഒരു അവസ്ഥ വരരുത്. അതിന് മുമ്പ് തന്നെ വെള്ളം ഒഴിക്കണം കേട്ടോ. അല്ല ഒന്ന് വാടിക്കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ വേരൊക്കെ അങ്ങ് ഉണങ്ങി അത് വല്ലാത്തൊരവസ്ഥയാകും. പിന്നെ ഒന്ന് റിക്കവറി ആയി വരാനായിട്ട് അല്പം താമസമാണ്. അതുകൊണ്ട് തന്നെ ആ ഒരു അവസ്ഥ എത്തുന്നതിന് മുമ്പ് തന്നെ നിങ്ങൾ വെള്ളം ഒഴിച്ച് അത് സെറ്റാക്കണം. വെള്ളം ഒഴിക്കേണ്ടെന്നോ അല്ലെങ്കിൽ വെള്ളം വെള്ളം കൂടിപ്പോകരുത്, വെള്ളം കെട്ടി നിൽക്കരുത് എന്നുള്ള ഒരു കാര്യമുണ്ട്. അല്ലാതെ വെള്ളം ഉണ്ടെന്ന് വെച്ചിട്ട് അങ്ങനെ മോശമാകും എന്നുള്ള ഒരു കാര്യമില്ല. വെള്ളം കെട്ടി നിൽക്കാനായിട്ട് ഇടവരരുത് എന്നുള്ളത് മാത്രം ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. അതുപോലെ തന്നെ നമ്മൾ ഇൻഡോർ പ്ലാന്റ്സ് വെക്കുമ്പോഴേ എപ്പോഴും ഇതുപോലുള്ള നിറയെ ഹോളുള്ള ചട്ടി തന്നെ വേണം കേട്ടോ. ഇത് ഞാനൊക്കെ ചെയ്യുന്നതെന്ന് പറയുന്നത് ഒന്നെങ്കിൽ പുറത്ത് വെച്ചിട്ട് നന്നായിട്ട് വെള്ളം ഒഴിക്കും. നമ്മൾ ഓസ് കൊണ്ട് തന്നെ നന്നായിട്ട് വെള്ളം ഒഴിക്കും. വെള്ളം ഒഴിച്ചിട്ട് അവിടെ വെച്ചേക്കും. എന്നിട്ട് അതൊന്ന് ഊർന്ന് വെള്ളം പോയി കഴിയുമ്പോഴാണ് ഇതെടുത്ത് അകത്തോട്ട് വെക്കുന്നത്. കാരണം ഇതിനകത്തും ഹോളുള്ളത് കൊണ്ട് തന്നെ ഇത് രണ്ടിലും ഹോളുള്ളത് കൊണ്ട് തന്നെ നമുക്ക് വെള്ളം ഉണ്ടെങ്കിൽ ആ വെള്ളം നമ്മുടെ ഈ സ്റ്റാൻഡിലൊക്കെ ആവും. അപ്പോൾ അത് വരാതെ നോക്കണം. അപ്പം എല്ലാ ചെടിയും പുറത്തേക്ക് എടുത്ത് വെക്കും. എന്നിട്ട് ഓസ് കൊണ്ട് തന്നെ നന്നായിട്ട് അടിക്കും. അപ്പോൾ ഇതിൻ്റെ ഇലയെല്ലാം നന്നായിട്ടൊന്ന് നനയും. അല്ലെങ്കിൽ അകത്തൊക്കെ ഇരിക്കുന്നതാണെങ്കിൽ നമ്മൾ ഇല തൂത്ത് കൊടുക്കുക. നല്ല പച്ചവെള്ളം കൊണ്ട് തുണിയൊക്കെ ഉപയോഗിച്ച് നന്നായിട്ട് തൂത്ത് കൊടുക്കണം. അപ്പോൾ ഇതാകുമ്പോൾ അതിൻ്റെയൊന്നും ആവശ്യമില്ല. എല്ലാം കൂടെ പുറത്ത് വെക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് അടിച്ചു കൊടുക്കുക. നമ്മൾ ആദ്യ സമയത്താണ് ഇതുപോലെ ഭയങ്കര കെയറൊക്കെ കൊടുക്കുന്നത്. അത് കഴിയുമ്പോൾ നമുക്കൊരു ഐഡിയ കിട്ടും ഇതെങ്ങനെ ചെയ്യണമെന്ന്. വളരെ സിമ്പിളായിട്ട് തന്നെ ഇതൊക്കെ വളർത്തിയെടുക്കാൻ പറ്റും കേട്ടോ. ഇതൊക്കെയാണെങ്കിലും ഇപ്പോൾ മഴയത്തൊന്ന് വെച്ചാൽ മതി. വെച്ച് കഴിഞ്ഞ് ഇതെല്ലാം നല്ല ഫ്രഷായിട്ട് നോക്കിയേ, ഇത് ഇലയൊന്നും ഞാൻ തൂക്കുക തുടയ്ക്കുക ഒന്നും ചെയ്യാറില്ല. കാരണം ഒന്ന് എടുത്ത് പുറത്തേക്ക് വെക്കും. അത് കഴിഞ്ഞ് ഇതെടുത്ത് ഇവിടെ വെച്ച് കഴിഞ്ഞാൽ നല്ല ഭംഗിയായിട്ടിരുന്നോളും. ഇതും അതുപോലെ തന്നെയാണ്. നോക്കിയേ, നല്ല ഭംഗിയായിട്ടല്ലേ ഇതിൻ്റെ ഇലകളെല്ലാം ഇരിക്കുന്നത്. അപ്പോൾ ഇത് ഞാൻ പുറത്ത് മഴയത്ത് വെച്ചിരിക്കുകയായിരുന്നു. വെച്ചിട്ടാണ് ഇതെടുത്ത് അകത്തോട്ട് വെച്ചിരിക്കുന്നത്. നമുക്ക് നല്ല വെയിലത്ത് വെക്കരുത്. നല്ല വെയിലത്ത് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ഡാർക്ക് സ്പോട്ട് വീഴും. നല്ല തണൽ ഉള്ള സ്ഥലത്താണെന്നുണ്ടെങ്കിൽ ഒരു കുഴപ്പമില്ലാതെ അവിടെ ഇരുന്നോളും കേട്ടോ. നിങ്ങൾ ടൂറൊക്കെ പോകുമ്പോഴത്തേക്ക് ഇതൊക്കെ എവിടെയെങ്കിലും ഒരു തണലത്ത് വെക്കുക. ആരോടെങ്കിലും പറഞ്ഞാൽ മതി, നിങ്ങൾ നനയ്ക്കുമ്പോൾ ഇതിനും കൂടെ ഒന്ന് നനച്ചേക്കാൻ പറഞ്ഞാൽ മാത്രം മതി. ചെടി പോകത്തില്ല, നല്ല ഭംഗിയായിട്ടിരുന്നോളും. നമ്മൾ സാധാരണ ഇൻഡോർ പ്ലാന്റ്സിൻ്റെ വീഡിയോ ചെയ്യുമ്പോൾ എന്തെങ്കിലുമൊക്കെ ടിപ്സ് ആയിരിക്കും ഓരോ വീഡിയോയിൽ വരുന്നത്. അപ്പോൾ ഞാൻ ഇതിൻ്റെ ഒരു ഫുൾ ക്ലാസ് ആയിട്ട് നമ്മുടെ യൂട്യൂബിൽ ഞാൻ സെറ്റ് ചെയ്യുവാണ്. ഇൻഡോർ പ്ലാന്റ് കൊണ്ടുവന്ന് അത് നടുന്നത് മുതൽ അതിൻ്റെ എല്ലാ പരിചരണവും ഫുള്ളായിട്ടുള്ള കാര്യങ്ങൾ എല്ലാ പ്ലാന്റിനെ കുറിച്ചും ഉണ്ടാവും. അപ്പോൾ അതിനകത്ത് നിങ്ങൾക്ക് വേണ്ട സംശയങ്ങളും കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് ചോദിക്കുകയും പറയുകയൊക്കെ ചെയ്യാം. അപ്പോൾ അതിനെല്ലാം വ്യക്തമായ റിപ്ലൈ തരികയും ചെയ്യും. കോമൺ ആയിട്ടുള്ളതിനകത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പം എല്ലാത്തിനും റിപ്ലൈ തരണമെന്നില്ല. ഇത് വ്യക്തമായിട്ട് റിപ്ലൈ തരികയും നിങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും പറഞ്ഞ് മനസ്സിലാക്കുകയും ചെയ്യും. അപ്പോൾ ആ ക്ലാസ് നമ്മൾ ജൂലൈ 15-ാം തീയതി സ്റ്റാർട്ട് ചെയ്യുകയാണ്. അപ്പോൾ അതിന് ചാനലിൽ ഒരു ജോയിൻ ബട്ടൺ ഉണ്ട്. അതിൽ ക്ലിക്ക് ചെയ്ത് ഒന്ന് ജോയിൻ ചെയ്താൽ മാത്രമാണ് നിങ്ങൾക്കത് കിട്ടുന്നത്. പബ്ലിക്കിന് കിട്ടുന്നതല്ല. അപ്പോൾ അതൊന്ന് പ്രത്യേകം ശ്രദ്ധിച്ചോണം. നിങ്ങൾക്ക് വേണമെങ്കിൽ അതൊന്ന് ജോയിൻ ചെയ്തേക്ക് കേട്ടോ. അപ്പോൾ നമ്മൾ ഇൻഡോർ പ്ലാന്റ്സിന് എല്ലാവരുടെയും ഒരു ഡൗട്ടാണ് എന്ത് വളമാണ് കൊടുക്കേണ്ടതെന്നുള്ളത്. ശരിക്കും നമ്മുടെ വീട്ടിലുള്ള തേയിലയുടെ വേസ്റ്റൊക്കെ ഉപയോഗിച്ച് നമുക്ക് നല്ലൊരു വളം ഉണ്ടാക്കാം. അല്ലെങ്കിൽ ചാണകപ്പൊടി നമുക്ക് ഉപയോഗിക്കാം കേട്ടോ. ചാണകപ്പൊടി ആയിരിക്കണം, കട്ടയായിരിക്കരുത്. അപ്പോൾ അതുപോലുള്ള കാര്യങ്ങൾ ഉപയോഗിക്കാം. ഇനി ലിക്വിഡ് ആയിട്ടുള്ളത് ഉപയോഗിക്കുന്നതാണ് എപ്പോഴും നല്ലതെന്ന് പറയുന്നത്. കാരണം ചെടിയുടെ വേര് പെട്ടെന്ന് വളം വലിച്ചെടുക്കുകയും നല്ല രീതിയിൽ ഗ്രോത്ത് ഉണ്ടാകാനും ലിക്വിഡായിട്ട് നമ്മൾ വളം കൊടുക്കുന്നതാണ് നല്ലത്. അപ്പോൾ വെള്ളത്തിൻ്റെ കൂടെ തന്നെ വളം കൂടെ സെറ്റ് ചെയ്യുന്നത് നല്ലതാണ്. ഞാൻ സാധാരണ കൊടുക്കുന്നതെന്ന് പറയുന്നത് ഒരു സീവീഡ് സൊല്യൂഷനാണ് കേട്ടോ. ഇതാണ് ഞാൻ ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ലിങ്ക് ഞാൻ താഴെ കൊടുത്തേക്കാം. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് ആമസോണിൽ നിന്ന് വാങ്ങിക്കാം. അപ്പോൾ ഇത് 1 ലിറ്ററിന് 5 ml ആണ് ഇതിൻ്റെ കണക്കെന്ന് പറയുന്നത്. ഇതാണ് സംഭവം. ഇത് നമുക്ക് വളരെ എളുപ്പത്തിൽ എടുക്കാം കേട്ടോ. അതുപോലെ ഇതിൻ്റെ കൂടെ ഒരു മെഷറിംഗ് കപ്പും കൂടെ ഉണ്ട്. അപ്പോൾ ഞാൻ എപ്പോഴും ഇതുപോലൊരു കുപ്പിക്കകത്താണ് കേട്ടോ നമ്മൾ വളമൊക്കെ സെറ്റ് ചെയ്യുന്നത്. അതാകുമ്പോൾ നമുക്ക് മിച്ചമുള്ള അടച്ച് സൂക്ഷിക്കുകയും ചെയ്യാം. അതുപോലെ നല്ല ഭംഗിയായിട്ട് ഒഴിച്ചു കൊടുക്കുകയും ചെയ്യാം. 2 ലിറ്ററിൻ്റെ കുപ്പിയാണ്. അത്രയും ഞാൻ വെള്ളം എടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് സീവീഡ് സൊല്യൂഷൻ 10 ml നമുക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഇതിനകത്ത് അളവുണ്ടേ. അപ്പോൾ 10 ml എടുത്തു. അപ്പോൾ അത് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നമുക്ക് ഇതിനെ ഒഴിച്ചു കൊടുക്കാവേ. ഇതിന് നോക്കിയാൽ നല്ല ബുഷിയായിട്ടല്ലേ നിൽക്കുന്നത് നോക്കി.
അപ്പോൾ ഞാനിത് ബാക്കി എല്ലാത്തിനും ഒഴിച്ചു കൊടുക്കട്ടെ. അപ്പോൾ നിങ്ങൾ നമ്മുടെ ക്ലാസ്സിൻ്റെ കാര്യം മറക്കണ്ട. ക്ലാസ്സിന് താല്പര്യമുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ ജോയിൻ ചെയ്യുക. ഇതിൻ്റെ ഡൗട്ടും കാര്യങ്ങളെല്ലാം നിങ്ങൾ കമൻറ്റ് ബോക്സിൽ ഇടുക. നമുക്കതിൻ്റെ റിപ്ലൈ എല്ലാം തരുന്നതായിരിക്കും. അപ്പോൾ തൽക്കാലം നിർത്താം. വീണ്ടും നല്ല വീഡിയോയിൽ അടുത്ത ദിവസം കാണാം. അതുവരേക്കും ബൈ. നോക്കി നമ്മൾ പെർലൈറ്റും ഒക്കെ ചേർത്ത് നല്ല പോട്ടിങ്സ് ആണ് കേട്ടോ. ഇത് നമ്മുടെ സ്റ്റെയറിൽ നമ്മൾ കൊടുത്തിരിക്കുന്ന പോത്തോസാണ് കേട്ടോ. അപ്പോൾ അതിനും ഞാൻ ഇത് തന്നെയാണ് ഒഴിച്ചു കൊടുക്കുന്നത്.